പാലക്കാട് നിയോജക മണ്ഡലത്തിലെ കിഡ്നി സംബന്ധമായ രോഗബാധിതർക്ക് സഹായവുമായി എംഎൽഎയുടെ തനത് പദ്ധതി. കിഡ്നി മാറ്റിവെക്കേണ്ട രോഗികൾക്ക് കൈത്താങ്ങായാണ് രമേശ് പിഷാരടി എംഎൽഎയുടെ സഹായ സാന്ത്വന പദ്ധതി റിവൈവിന് തുടക്കമിട്ടിട്ടുള്ളത്. പ്രമുഖ സ്വകാര്യ ആശുപത്രിയായ കിംസ് അവൈറ്റീസുമായി ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇത് സംബന്ധിച്ച പ്രഖ്യാപനവും ധാരണാപത്രത്തിന്റെ കൈമാറ്റവും പാലക്കാട് പ്രസ് ക്ലബ്ബിൽ വെച്ച് രമേശ് പിഷാരടി എംഎൽഎയും ആശുപത്രി അധികൃതരും ചേർന്ന് നടത്തി. പാലക്കാട് ജില്ലയിൽ ആദ്യമായി അവയവമാറ്റ ശസ്ത്രക്രിയ നടത്തി വിജയകരമായി പൂർത്തീകരിച്ച ആശുപത്രിയാണ് കിംസ് അവൈറ്റീസ്. ഈ വാർത്ത എംഎൽഎയുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് എംഎൽഎ ആശുപത്രി അധികൃതരുമായി ചർച്ച നടത്തുകയുണ്ടായി. പാലക്കാട് ജില്ലയിലെ ഒട്ടനവധി രോഗികൾ അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്കായി മറ്റു ജില്ലകളെയും മറ്റു സംസ്ഥാനങ്ങളെയുമാണ് കൂടുതൽ ആശ്രയിക്കുന്നതെന്ന് എംഎൽഎ ആശുപത്രി അധികൃതരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതിന്റെ ഭാഗമായാണ് റിവൈവ് പദ്ധതി ആരംഭിച്ചത്. ശസ്ത്രക്രിയ നടത്തുവാൻ താൽപ്പര്യമുള്ള രോഗികൾക്ക് പാലക്കാട് ജില്ലയിൽ തന്നെ അതിനുള്ള സൗകര്യമൊരുക്കുന്നതിനോടൊപ്പം ശസ്ത്രക്രിയ ചെലവും ദാതാവിന്റെയും സ്വീകർത്താവിന്റെയും ചികിത്സാ ചെലവ് പൂർണ്ണമായി സൗജന്യമാക്കുന്നതിനുള്ള എംഎൽഎയുടെ ശ്രമമാണ് ഫലം കണ്ടിരിക്കുന്നത്. 5 വർഷത്തിനുള്ളിൽ 50 രോഗികൾക്ക് കിഡ്നി മാറ്റിവെക്കുന്നതിനുള്ള സഹായം അനുവദിക്കുന്നതിനാണ് എംഎൽഎയും കിംസ് അവൈറ്റീസ് ആശുപത്രി അധികൃതരും തമ്മിൽ ധാരണയായത്. വരും ദിവസങ്ങളിൽ രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് ഈ പദ്ധതി വികസിപ്പിക്കുന്നതിനുള്ള ശ്രമവും നടത്തുമെന്ന് എംഎൽഎ പറഞ്ഞു. പാലക്കാട് ഞാൻ പ്രതിനിധീകരിക്കുന്ന നിയോജക മണ്ഡലത്തിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റിംഗ് ആവശ്യമായി വരുന്ന രോഗികൾക്ക്, അങ്ങനെ വരുന്ന രോഗികളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് പറയുന്ന എല്ലാ ചട്ടങ്ങളും ഘട്ടങ്ങളും പാലിച്ചുകൊണ്ട് ഹോസ്പിറ്റൽ ചെലവ്, അതിൻ്റെ ചികിത്സ, ഡോണറുടെയും രോഗിയുടെയും ചികിത്സാ ചെലവുകൾ, ആശുപത്രിയിലെ ചെലവുകൾ, എല്ലാ കാര്യങ്ങളും സൗജന്യമായി കൊണ്ട് ഹോസ്പിറ്റൽ 50 പാലക്കാട് ജില്ലയിലെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് സൗജന്യമായി എംഎൽഎയുടെ പദ്ധതി എന്ന രീതിയിൽ ഞങ്ങൾ എംഎൽഎയും കിംസ് അവൈറ്റീസ് ഹോസ്പിറ്റലുമായിട്ട് ചേർന്നുകൊണ്ട് ചെയ്യാൻ തീരുമാനിച്ചു. അവരത് നമ്മളുമായിട്ട് സംസാരിച്ചു, സമ്മതിച്ചു. അപ്പോൾ 50 പേർക്ക് ആശുപത്രി ചിലവുകൾ പൂർണ്ണമായും ഒഴിവാക്കി കൊടുത്തുകൊണ്ട് കിഡ്നി ട്രാൻസ്പ്ലാന്റിംഗ് നടത്താനുള്ള ഒരവസരം പാലക്കാട് ജില്ലയിൽ സംജാതമായിരിക്കുകയാണ്. അത് പാലക്കാട് നിയോജക മണ്ഡലത്തിലെ സ്ഥിരതാമസക്കാരായിട്ടുള്ള ഒരാൾക്ക് എംഎൽഎയുടെ ഭാഗത്തു നിന്നുള്ള റെക്കമെൻഡേഷനോടുകൂടി ഹോസ്പിറ്റലിൽ ഈ സൗകര്യം പ്രയോജനപ്പെടുത്താവുന്നതാണ് എന്ന സന്തോഷ വാർത്ത ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഇതുപോലെ ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. റിവൈവ് എന്നാണ് ഈ പദ്ധതിക്ക് പേരിട്ടിരിക്കുന്നത്. ഫ്രം I to we എന്നാണ് അതിലൊരു ക്യാപ്ഷൻ ഇട്ടത്. I to we എന്ന് പറഞ്ഞാൽ ഞാനിൽ നിന്ന് നമ്മളിലേക്ക് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ രാഷ്ട്രീയ ആശയങ്ങളും ജാതിയും മതവും ഒക്കെ വേർതിരിച്ച് നിർത്തുന്നുണ്ടെങ്കിലും ഇത്തരത്തിലൊരു ആവശ്യം വരുമ്പോൾ നമ്മുടെ ആന്തരിക കാര്യങ്ങൾ മാറുന്നതിലോ രക്തം ദാനം ചെയ്യുന്നതിലോ ഒന്നും പലപ്പോഴും ഇതൊന്നും നോക്കാറില്ല. അങ്ങനെ ഒരു വലിയ സന്ദേശം കൂടിയാണ് ഇത്തരത്തിലൊരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ ജീവൻ ഡൊണേറ്റ് ചെയ്യുകയാണ്. ഒരു ട്രാൻസ്പ്ലാന്റിംഗ് പ്രോസസ് എന്ന് പറയുന്നത് തന്നെ നടക്കുന്നതായി അവനവന്റെ ഒരു ആന്തരിക അവയവം മറ്റൊരാൾക്ക് കൊടുത്തുകൊണ്ട് ഒരു ജീവൻ തുടരാനുള്ള ഒരു വലിയ കാര്യം. അതിൽ മറ്റ് ബാഹ്യഘടകങ്ങളൊന്നും തന്നെ ജാതി, മതം, രാഷ്ട്രം, വർഗം ഇതൊന്നും ബാധിക്കാതെ ഉള്ളൊരു വലിയ പ്രോസസ്സാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് I to we എന്ന് പേരിട്ടിരിക്കുന്നത്. പാലക്കാട് നിയോജക മണ്ഡല പരിധിയിലെ സ്ഥിര താമസക്കാർക്കാണ് ഈ സൗജന്യ പദ്ധതിയുടെ സേവനം ലഭിക്കുക. കിംസ് കേരള ക്ലസ്റ്റർ ഡയറക്ടർ ആൻഡ് സിഇഒ ഫർഹാൻ യാസിൻ, ചീഫ് ട്രാൻസ്പ്ലാന്റ് സർജൻ ഡോക്ടർ GR നാരായണമൂർത്തി, സീനിയർ നെഫ്രോളജിസ്റ്റ് ഡോക്ടർ അനികേത് കാംബ്ലെ, സീനിയർ നെഫ്രോളജിസ്റ്റ് ഡോക്ടർ സൂരജ് ശശിധരൻ, സീനിയർ നെഫ്രോളജിസ്റ്റ് ഡോക്ടർ ലീന ജോസ് എന്നിവരും പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.